മഗ്ദലിനെ കാര്യമറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് വേം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവരെ കണ്ട് പേടിച്ച് കുറച്ച് പറ്റിയവരെ പോലെയായി. ഒന്ന് വേഗം ആട്ടണേ. പറയ കൊച്ചേ, നീ ഒന്ന് അറിഞ്ഞു പിടിച്ച പെണ്ണേ. അവിടെ വായന തീരാറോ? പിന്നെ ഉയർപ്പല്ലേ കഴിഞ്ഞോളൂ. ഇനി സ്വർഗാരോഹണം കിടക്കുന്നു. തീറ്റ കുശുമ്പത്ത് ദൈവദോഷം പറയാതെ കുരുത്തം കെട്ടോളെ. ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ല, ഒരു ബന്ധുബലത്തിനാ. ആ ഗാന്ധിപ്പിള്ളി അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലുള്ള ഒരു തടിമാറിന്റെ സഹായം ആവശ്യമാടി. മനസ്സിലായ? നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുകയെന്ന് കരുതിയാ മതി. നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേ തിന്നും. തനിക്ക് തിന്നാൻ തവിടില്ലാത്തവൻ പന്നിയെ വളർത്തരുതെന്ന പ്രമാണം. എടാ, നമ്മള് തവിടാണ് പിണ്ണാക്കാണാ തിന്നണെന്ന് ആ പന്നി എങ്ങനെ അറിയാനാണ്? ആയിരത്തോളം മതി, എടുത്തോ. നീ ആ മറപ്പരെ പോയി ഇത്തിരി തുള്ളിനീലം എടുത്തോണ്ട് വന്നടാ. അതിനാണ് നീലം. നീ തുണി അലക്കാൻ പോണ? അല്ലെന്നേ, അയാൾക്കുള്ള കോഴിക്കറി ചേർക്കാനാ. നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നുകയല്ല, എളുപ്പം അങ്ങ് മട്ടും. അയ്യോടിയേ, നിങ്ങൾ പേടിക്കാതിന്റെ മനുഷ്യന് രുചി വ്യത്യാസം തോന്നുകയല്ലെന്ന്. എന്റെ കർത്താവെ, നീലം തിന്നവന്റെ വയറിളകി ഈ പാതിരാത്രി നിന്റെ അപ്പം വന്ന് കോരുവാ. ചേർത്താക്കാൻ മതി, വേഗം വിളമ്പ്. ആണ്ടെ, പൈലി ബച്ചന്റെ പ്രാർത്ഥന തീരാറായി. പൈലി ബച്ചനല്ലപ്പാ, ഫാന്റം പൈലി. ആ, അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളൂ. അല്ലപ്പച്ചാ, ഈ ഫാന്റവും സ്പൈഡർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. എടാ, സ്പൈഡർമാൻ ജഡ്ഡി അകത്തിടും, ഫാന്റം പുറത്തിടും. മുണ്ടെടുക്കല്ലേ? വേഗം എടുത്തു. എന്താണ് മറിയപ്പങ്ങളെ മുഖത്തൊരു വൈക്ലഭ്യം? ചെറുതെന്ന് നോക്കട്ടെ. എനിക്കിപ്പോ വേണ്ടായേ, പണികൾ എമ്പടി തീരാൻ കിടക്കുമല്ലയോ. അതിന്റെ അടിയിൽ ശകേലങ്ങ് വെച്ചേര്. എന്റെ പൊന്നു പൈലി വെച്ചാ ചതിക്കരുത്. ഒരെണ്ണം കഴിച്ചത് നേരാണ്. പിന്നെ ഈ മിറ്റം നിറയെ വാള. ഈ മഞ്ഞത്ത് എന്നെ കൊണ്ടത് കോരാൻ മേലേ. ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ തള്ള ആനമർദ്ദായ. ദേ, അതുമേരിക്കണ മുഴുവൻ കഴിച്ചേച്ചി മറിയപ്പെണ്ണ് ഇതിലെ വയറ് പോലെ നടക്കും. അറിയാവാ? എന്താ കാണണോ? വേണ്ടേ, നീ നടക്കുവല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. പക്ഷെ അത് ഇപ്പൊ തന്നെ പൈലി വെച്ചനെ കാണിക്കണോടി. ഇതെന്നെ ഒന്നും കഴിക്കാത്തെ? കറികളൊന്നും പിടിച്ചില്ലായിരിക്കില്ലയോ? മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ. അയ്യോ, ചങ്കി പിടിച്ച വെള്ളം കുടി. അല്ല, മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ എന്ന് വെച്ചാൽ മനസ്സ് നല്ലതാണെങ്കിൽ ഏത് തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്ന് അർത്ഥം. ആരുടെ മനസ്സ് നല്ലതാണെങ്കിൽ? ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവന്റെയും. ഞങ്ങള് നല്ല ഒന്നാന്തരമായിട്ട് മൺചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത്. അതെ, അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കും അറിയാം. സത്യാരും പറഞ്ഞ ഹിന്ദിയല്ല, ലിപിയില്ലാത്ത ഏതോ മറുഭാഷയാണ്. മതിയാക്കിയോ? ഇതൊന്നും കഴിച്ചില്ലല്ലോ. എന്റെ പൊന്നു മറിയപ്പങ്ങളെ, മതിയേ. എല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിച്ചാ പിന്നെ നാളെ എന്നാ ചെയ്യും? അയ്യോ, എന്റെ ഇഷ്ടകാലം. നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും സത്യക്രിസ്ത്യാനികളല്ലേ എന്റെ പൈലി വച്ച. ഞാനും എന്റെ പെമ്പർന്നോത്തിയും കൂടി ആ കൊച്ചു കോഴിക്കോടിന്റെ അകത്ത് കിടന്ന് നരയിക്കുമ്പോ ഈ നക്കി നായരും ഫാമിലിയും കൂടി പള്ളി ബംഗ്ലാവിൽ കിടന്ന് സൂഹിക്കുന്നത് ന്യായമാണോ? അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല്, അളിയൻ എന്നേലും ഒരു നമ്പർ ഇട്ട് അവരവിടെ നിന്ന് ആശാനാണ് ഡൂപ്പാണെങ്കിലും കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. അവരവിടെ നിന്ന് ഒഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ കിടന്ന് അടിച്ചു പൊളിക്കാന്ന്. ഇനി അഥവാ നമ്പറൊന്നും ഏറ്റില്ലെങ്കിൽ ആശാന രണ്ട് പെമ്പിള്ളേരൊന്ന് തോണ്ടി ഇച്ചിച്ച് അയക്കോ. അളിയൻ സ്ട്രോങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഞാനും കൂടെ. താങ്ക് യു. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. शहनाई मेरे दिल के दुआ दीजिए. സാലാ ദേവസ്യ, രണ്ടു തുടം കള്ളും രണ്ടു ലക്ഷം കോഴിയിറച്ചി നിന്ന് പൈലിക്ക് വില പറയാൻ വന്നിരിക്കുന്നു. കള്ള സൂവറെ. ഗുഡ് മോർണിംഗ്. ഇതാരെയാ? എന്നെയാണോ വിളിച്ചേ? പേര് മറിയെന്നാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ സോണിയാന്നേ വിളിക്കും. ഇന്ത ഉടമ്പക്ക് മറിയ ഒത്തു വരാതെ സോണി താൻ മറിയ, കിറിയ, പെണ്ണമ്മ, കിന്നമ്മ, കാത്രി, ഗിത്രി, അലി, ഗൂലി, അങ്ങനെ കുറെ അലമ്പ് പേരുകളുണ്ട് നമ്മുടെ സത്യക്രിസ്ത്യാനികൾ നാണം കെടുത്താനായിട്ട്. നല്ല ചക്കക്കുരു പോലെ ഇരിക്കുന്ന ഇതുപോലത്തെ പെമ്പിള്ളേർക്ക് കാർന്നുമാർ ചില അലന്ന പേരിടും. നമ്മുടെ മിസ് കുമാരിയല്ലേ, നമ്മുടെ പഴയകാലത്തെ നായിക, അവരുടെ ഒറിജിനൽ പേരെന്താണെന്നറിയോ? മിസ് കുമാരിന്നെങ്ങാനും പേരിട്ടില്ലായിരുന്നു കാണായിരുന്നു. എന്തിനാ വല്ലോരെയും പറയുന്നേ? എന്റെ കാര്യം എടുക്ക്. പൈലി കഞ്ഞി കിട്ടുന്ന പേരാന്നോ? ഈ പേര് കേട്ടാ എന്നാ തോന്നും?
വല്ല മുച്ചീട്ട് കളിക്കാരനോ കല്യാണ ഇടക്കാരനാണെന്നല്ലേ തോന്നുള്ളൂ. ഏതായാലും സിനിമാ നടനാണെന്ന് തോന്നുകയല്ലേ. തിരിച്ചമ്മന്തി ചോദിച്ചേ. അനിൽ കപൂർ, സഞ്ജയ് ദത്ത്, സണ്ണി ഡിയോള്, ജാക്കി ഷ്രോഫ് ഇങ്ങനെയുള്ള ചെത്ത് കുണ്ടന്മാരെ തിളങ്ങി നിൽക്കുന്ന സമയത്താ ഞാൻ ഈരാറ്റുപേട്ടയെന്ന് കുറ്റിയും പറിച്ചോണ്ട് ബോംബെയിലോട്ട് പോകുന്നു. അന്ന് ഇതിനേക്കാളും കോലം കെട്ട കോലമായിരുന്നു കേട്ടോ. ഇതത്ര കോലം കെട്ട കോലൊന്നുമല്ല. നേരത്തെ പറഞ്ഞവരെക്കാളൊക്കെ കൊള്ളാം. ഇത് സോണിയമ്മ മാത്രമല്ല, കൊള്ളാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹേമ പറഞ്ഞിട്ടുണ്ട്. പിള്ളേച്ചന്റെ അടുത്തോ? അയ്യ, അവള് വിത്തക്കാടി. ഇത് സാക്ഷാൽ ഹേമ, പഴയ ഡ്രീം ഗേൾ ഹേമാമാലിനി. ധരംജി കേക്കാ പറഞ്ഞു കേട്ടോ. അങ്ങാനെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിയാനോട്ട് വക്കാണത്തിന് പോയിട്ട്. അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, ഈ പൈലിയുടെ കൂടെ ഒരു ഫാൻഡം കൂടെ കിട്ടിയത് പിന്നെ സ്റ്റണ്ടിന് പോലും എനിക്കൊരു ചാൻസ് കിട്ടിയത്. ഓ, ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി പേര് മാറ്റിയിട്ട് എന്നാ സ്റ്റണ്ട് കാണിക്കാനാ? ഒരു കപ്പ്യാരുടെ കൈക്ക് വന്ന് പെട്ടുപോയില്ലയോ? അങ്ങനെ പെട്ടുപോയിട്ട് മറ്റുമില്ല. നിരൂപിച്ച പല സ്റ്റണ്ടുകളും ഇനി നടത്താം. ഞാനല്ലേ പറയുന്നേ. ഇതാരും ദേവസേച്ചനോ? അപ്പൊ സോണിയാമേ, ഞാൻ പോയിട്ട് പുള്ളിക്കാരൻ ഇല്ലാത്തപ്പം വരാം. നമുക്ക് സമാധാനമായിട്ട് വല്ല മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. കഴിഞ്ഞ ദിവസം തന്ന അത്താഴത്തിന് നന്ദി പറയായിരുന്നു. പെണ്ണുങ്ങൾക്കുള്ളത് പെണ്ണുങ്ങൾക്ക് കൊടുക്കണമെന്നാണല്ലോ പ്രമാണം. എന്നിട്ട് കൊടുത്തോ? ധൃതി പിടിക്കുന്ന എന്തിനാ ദേവസ്യേച്ചാ? കുറേശ്ശെ ആയിട്ട് കൊടുക്കാമല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? സോണിയാമേ പോട്ടെ. അങ്ങനെ ആട്ടെ. എന്നതാടിയാവും വിളിച്ചത്? സോണിയാന്ന്. ഓഹോ, അപ്പൊ ചെല്ലപ്പേര് വിളിക്കുന്ന പരുവം വരെ എത്തി. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കൂടി ആയില്ലല്ലോടി. അവൻ വരുന്ന എന്തിനാണെന്ന് അറിയാവോ? ഇനിയും വരുന്ന എന്തിനാണെന്ന് അറിയാവോ? വെറുതെ സംസാരിച്ചിരിക്കാനല്ലടി കഴുതേ. അതെനിക്കറിയാം. ഓഹോ, അറിയാവോ? എന്നാ പറ, എന്തിനാ? ഒന്ന് ചുമ്മാ ഇരി മനുഷ്യനെ, പിന്നെ പറയാം. ചെറുക്കൻ കേൾക്കുന്നു. അപ്പൊ ചെറുക്കനെ കേൾക്കാൻ കൊള്ളാത്ത ഇടപാടിനാ വന്നത്. എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങളും ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ല. ഉരുൾപൊട്ട്, ഭൂമി ഉലുക്കം, പേമാരി, പെരുമാള്. ആരാത്? 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 എന്നാ ദിവസം ആരാത്? എന്നതാ അവിടെ ഒച്ച കേട്ടത്? ആരാന്നറിയില്ല. പെമ്പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ? പഴയ കള്ളന്മാരും ആണോ? ആയിരിക്കും. കള്ളന്മാരിപ്പൊ പള്ളിക്കരയിലോട്ട് എക്സ്കർഷനായിട്ട് വരികയല്ലേ? പുക ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. ഇവന്റെ എഞ്ചിൻ നല്ല കണ്ടീഷനാ. പിന്നെ ഇവൻ ഇറ്റാലിയൻ അല്ലേ? വത്തിക്കാന്റെ സ്പെഷ്യൽ മേക്ക്. പണിയല്ലേ പൈലി? അച്ഛനല്ലേ പണിയാൻ പറഞ്ഞത്? വണ്ടിക്കിട്ട് പണിതാ മതി, കത്തനാരിക്കിട്ട് പണിയല്ലേ? നിനക്കെന്താടാ വത്തിക്കാനോടൊരു പുജ്ഞം? അപ്പൊ നീ നമ്മുടെ പാർട്ടി അല്ലേ? ഏത് പാർട്ടി? ബോംബെയിലൊക്കെ ഇപ്പോഴും ശിവസേനക്കാ മാർക്കറ്റ്. ഞാൻ മറ്റേ പാർട്ടിയാ. മറ്റേ പാർട്ടിയാ? ആ, നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടിയാ? ആ, ഏത്? കേരള കോൺഗ്രസ്. ജോസൂട്ടിക്ക് ഫസ്റ്റ് പ്രൈസ്. ഇന്നോ നാളെ ഒത്തുമായിരിക്കും. നോക്കട്ടെ നോക്കട്ടെ. ഓട് പെണ്ണേ. അയ്യോ, നീ കളിക്കേ? അച്ചോ, ജോസൂട്ടിക്ക് 25,000 പ്രൈസ്. ഇച്ചായന്റെ വിവരം വല്ലതുണ്ടോ? വരുമെന്ന് പറഞ്ഞിരുന്നു. എത്തിയോ? ആള് കണ്ടാൽ ഭീകരനാണെന്ന് തോന്നുമെങ്കിലും വെറും പാവമാ. നീ കുശുമ്പും കുന്നായ്മയും എടുത്ത് ഇച്ചായന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്ന് പോകണേ. നിനക്കറിയാവല്ലോ, ഇച്ചായനേക്കാൾ എനിക്ക് ഈ ലോകത്ത് വലുതായിട്ട് ആരുമില്ല. നീ പോലും ഒന്നും അതിലില്ല. നീ പോലും ഒന്നും എഴുന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ മനസ്സിൽ ഇപ്പൊ അത് തന്നെയാണെന്ന് എനിക്കറിഞ്ഞൂടെ? അതുകൊണ്ട് മര്യാദക്ക് ബഹുമാനിച്ച് നിന്നോണം, ഇല്ലെങ്കിൽ വിവരം അറിയും. പുള്ളിക്കാരൻ വലിയ ആഹാരപ്രിയനാണ്. ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ളവനാ മോളെ എന്റെ ഇച്ചായൻ. ഇപ്പോഴും തരം കിട്ടിയ അത്താഴം മാറ്റി വെക്കും. എന്തിനാണെന്നോ? അതും കൂടെ ജോസ് കുട്ടിക്കിരിക്കട്ടെ എന്ന്. നേരത്തും കാലത്തും നീ വല്ലതും വെച്ചു വിളമ്പി കൊടുക്കണം. സമയം പോലെ പള്ളിയിൽ കൊണ്ടുപോയി അച്ഛനുമായിട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കണം. രണ്ടും നല്ല കമ്പനി ആയിരിക്കും. നീ ആ കത്തിങ് ഞാനൊന്ന് നോക്കട്ടെ. ഇനി അങ്ങോട്ട് പിള്ളേരുടെ പ്രേമമാകൊച്ചോ? നമുക്ക് വേണ്ട ഇച്ചിച്ചി.
നീ കത്ത് തന്നു. കുട്ടി അവിടെ നിൽക്കൂ, അവിടെ നിൽക്കുന്നേ ഈ കുട്ടി അവിടെ വാ. അമ്പടി കലാസ്നേഹികളെ, പള്ളിക്കരയുടെ രോമാഞ്ചമായ ധിന്തിമത്തായിക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പീതാംബരന്റെ ഷാപ്പിൽ വെച്ച് നൽകുന്ന ഗംഭീര സ്വീകരണ മഹാമഹം വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സ്വീകരണത്തിന് ശേഷം കള്ള് സൽക്കാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആരാച്ചോ ഈ പുതിയ അവതാരം? ദിംതിമത്തായി ബീഹാറിലെ ജയിലിലായിരുന്നു. ലോറി മോഷ്ടാവ. പിന്നെ ഒരു മെച്ചുള്ളത് ലൈലാൻഡ് മാത്രമേ മോഷ്ടിക്കൂ. വലിയ തെറ്റില്ലാത്തൊരു തല്ലുള്ളിയാ. നമുക്ക് പണിയാവൂ. ഹേ. കള്ളനും തല്ലുകൊള്ളിക്കൊക്കെ നാട്ടിൽ സ്വീകരണി. ഏതായാലും ടിക്കറ്റ് വേണ്ടാത്ത ഷോ അല്ലേ, പോയിക്കളെ.